بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. സഹോദരന്മാരെ, ഒരു ചോദ്യം വളരെ കാലങ്ങളായി മുസ്ലിം സമൂഹത്തിൽ സുന്നി പണ്ഡിതന്മാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും പാവപ്പെട്ട സുന്നി സഹോദരങ്ങൾ സംശയമായി പ്രകടിപ്പിക്കുന്നതുമായ ഒരു ക്വസ്റ്റ്യനാണ്. സൂറത്ത് മായിദയിലെ 55-56 ആയത്തുകളിൽ ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും രക്ഷാധികാരിയാക്കി വെക്കുകയാണെങ്കിൽ സംശയിക്കേണ്ട, അള്ളാഹുവിന്റെ സൈന്യം തന്നെയാണ് വിജയം വരിക്കുന്നവർ. ഈ ആയത്തിൽ അള്ളാഹുവിനെ കൂടാതെ റസൂലിനെയും സത്യവിശ്വാസികളെയും രക്ഷാധികാരികളായി സഹായികളാക്കാൻ തെളിവല്ലേ? ഈ ചോദ്യത്തിലൂടെ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കാസർകോട് ഉസങ്കടിയിലും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ വെച്ച് നടന്നിട്ടുള്ള സംവാദങ്ങളിലും ഈ ആയത്ത് ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് എവിടെയാണുള്ളത്, അതിന്റെ സബബ് നുസുൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ വിഷയം വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് ആ 2 ആയത്തുകളെ സംബന്ധിച്ചും അതിനു മുമ്പുള്ള ആയത്തുകളെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കിയാൽ വിഷയം വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹിന്റെ മദീന കാലഘട്ടത്തിലെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായി യഹൂദന്മാരും അവരോടൊപ്പം ചേർന്ന ക്രൈസ്തവരും ഇസ്ലാമിന്റെ ബദ്ധവൈരികളായി രൂപപ്പെടുകയും അവർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാതെ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ, വിശ്വാസികളിൽപ്പെട്ട ആളുകൾ തന്നെ ഇവരെ മിത്രങ്ങളായി സ്വീകരിക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും അവരോട് സൗഹൃദം പങ്കുവെക്കുകയും അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ലുഹും ഔലിയാ ബഅ്ലിൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. കണ്ടോ, ഇവിടെ യഹൂദന്മാരെയും ക്രൈസ്തവരെയും, കാരണം അവർ അന്യോന്യം മിത്രങ്ങളാണ്. എന്നാൽ അവർ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ മിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നിർവയിലാക്കുകയില്ല. ഇവിടെ മദീനയിൽ വന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രീ ബന്ധം പുലർത്തിയ സത്യവിശ്വാസികളെ വിളിച്ചിട്ട് ആദ്യമായി അള്ളാഹു പറഞ്ഞു, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ യഹൂദന്മാരും ക്രൈസ്തവരെയും നിങ്ങൾ ചങ്ങാതിമാരായി സ്വീകരിക്കരുത്, ഉച്ചമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് അള്ളാഹു അവരെ പഠിപ്പിച്ചു. സ്വാഭാവികമായും അവരുടെ മനസ്സിൽ പിന്നെ ഞങ്ങൾ ആരെയാണ് മിത്രങ്ങളാക്കേണ്ടത് എന്ന സംശയമുണ്ടാകാമല്ലോ. അതിനെ ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാൻ, ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാകിഊൻ. ഇതാണ് സൂറത്ത് മായിദയിലെ 55-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹും അവന്റെ ദൂതനും താഴ്മയുള്ളവനായിക്കൊണ്ട് നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നവരും സകാത്ത് നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും മാത്രമാകുന്നു നിങ്ങളുടെ മിത്രങ്ങൾ. വളരെ ലളിതമായ ഒരു സബ്ജക്റ്റാണ്. ലോകത്ത് ഈ ആയത്ത് ജിബ്രീലിൽ നിന്ന് ഓതിക്കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. മരിച്ചതിനു ശേഷം അമ്പിയാക്കളോട്, ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, ഒരു ആയത്തിന് വിശദീകരണം നൽകുന്ന സുമ്മ ഇന്ന അലൈനാ ബയാന സൂറത്ത് ഖിയാമയിലെ 19 പറയുന്നത് ആയത്തിന് വിശദീകരിക്കേണ്ട ഡ്യൂട്ടിയും പടച്ചവനുണ്ട്.
ഈ ആയത്ത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കപ്പെടുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിക്കുകയോ സഹാബികൾ അങ്ങനെ മനസ്സിലാക്കുകയോ താബീങ്ങൾ അങ്ങനെ മനസ്സിലാക്കുകയോ പൂർവ്വകാലത്തെ ഏതെങ്കിലും ഒരു മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഉദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. എന്ന് മാത്രവുമല്ല, കേരളത്തിലെ അറിയപ്പെട്ട സുന്നി പണ്ഡിതന്മാരാൽ വിരചിതമായ പരിഭാഷകളിലൊന്നും ഈ ആയത്ത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ 2 ആൺകുട്ടികൾ ഒരു കോളേജിൽ പഠിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ആൺകുട്ടികൾ നമസ്കരിക്കാതെ, നല്ല ചിട്ടകളില്ലാതെ, പഠിക്കാതെ, വളരെ താന്തോന്നികളായ ആളുകളുടെ കൂടെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ബാപ്പ വിളിച്ചിട്ട് മക്കളോട് പറയണം, മക്കളെ, ആ തെമ്മാടികളായ കുട്ടികളുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടരുത്. അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. അവർ നിങ്ങളെ നന്മയിലേക്കല്ല നയിക്കുന്നത്. അവർ പ്രത്യക്ഷ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ കുട്ടി ബാപ്പാനോട് ചോദിക്കും, പിന്നെ ബാപ്പ, ഞങ്ങൾ ആരെയാണ് കൂട്ടുകാരാക്കേണ്ടത്? അപ്പൊ ബാപ്പ പറയാണ്, പൊന്നുമക്കളെ, ബഷീറിന്റെ 2 കുട്ടികളില്ലേ, അൻവറും നാസറും, അവർ നമസ്കരിക്കുന്നു, അവർ നല്ല ദീനീ ചിട്ടയോടുകൂടി വളരുന്നു, അവർ അധ്യാപകർ പഠിപ്പിക്കുന്നു, അവരുമായിട്ടാണ് നിങ്ങൾ സൗഹൃദം പുലർത്തേണ്ടത് എന്നാണ് ഈ ആയത്തിലുള്ളത്. അഥവാ മദീനയിലെ ശത്രുക്കളുമായി നിങ്ങൾ മൈത്രീ ബന്ധം പുലർത്തരുത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മിത്രങ്ങൾ അല്ലാഹു റസൂലും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ. മരിച്ചവരെങ്ങനെ സകാത്ത് കൊടുക്കുക? ഇനി മാത്രമല്ല, ഇപ്പറയുന്ന ആയത്തിന്റെ അർത്ഥം മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണെങ്കിൽ തൊട്ടുമുകളിൽ അള്ളാഹു പറഞ്ഞ അർത്ഥം എന്തായിരിക്കും? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദ്. ഈ ആയത്ത് ഇറങ്ങുന്നതുവരെ നബിയുടെ സഹാബികൾ യഹൂദന്മാരെ വിളിച്ച് ഇസ്തിഹാസ നടത്തി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യഹൂദന്മാരെയും ക്രൈസ്തവരോടും നിങ്ങൾ ഇസ്തിഹാസ നടത്തരുത്, ഇനി മുതൽ നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും മുഅ്മിനുകളോടും നടത്തിക്കോളൂ എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഫതുൽ അലീം പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷയാണ് അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ. അത് ശിഹാബുദ്ദീൻ എംബിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷയാണ്. KV മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാടിന്റെ പരിഭാഷയിൽ നമുക്ക് കാണാം. അവിടെ ഫത്തുർ റഹ്മാൻ അവിടെയൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ച് ഇവിടെ പറയുന്നത് ഇസ്ലാമിന്റെ ബദ്ധവൈരികളുമായി മൈത്രീ ബന്ധം പുലർത്തരുത് എന്നാണ്. എന്നാൽ അതോടൊപ്പം അവർ ഉദ്ധരിക്കുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലൻ യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. അമുസ്ലിങ്ങളുമായി നിങ്ങളോട് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിങ്ങളുമായി നിങ്ങൾക്ക് മൈത്രീ ബന്ധം പുലർത്താം, അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന്. ഈ ആയത്ത് ലോകത്ത് ഈ സുന്നി പണ്ഡിതന്മാരല്ലാതെ പ്രാമാണികരായ ആരും മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഉദ്ധരിച്ചിട്ടില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഒരു രോഗിയുടെ രോഗം മാറാൻ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് തൗഹീദും മരിച്ചുപോയ ശൈഖന്മാരിൽ മക്കാമിൽ പോയി രോഗം മാറാൻ അപേക്ഷിക്കുന്നത് ശിർക്കുമാകുന്നത് എങ്ങനെയെന്നാ? ഈ ചോദ്യം ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ലളിതമായ ഒരു സംഗതി. ഇപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അല്ലെങ്കിൽ അലവി സക്കാഫി, അബ്ദുൾ റഷീദ് കുറ്റിയാടി, അയാളുടെ മകനുമായി അല്ലെങ്കിൽ മകളെയുമായി ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു. ജോർജ് സാറിനെ, ഡോക്ടർ ജോർജിനെ ചെന്ന് കാണും. അയാള് ഓർത്തോളജിയുടെ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ട് മകളെ ചികിത്സിച്ചുകൊണ്ടേയിരുന്നു. ലക്ഷദ്വീപിൽ നിന്നൊരു AP സുന്നി ഈ പറയുന്ന മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ചുകൊണ്ടേയിരുന്നു. തീർച്ചയായും അയാളുടെ സമീപത്തേക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നു. അയാൾ വിദഗ്ധനായ ഒരു ഡോക്ടറാണ്. അയാൾ പഠിച്ചു മനസ്സിലാക്കിയ ആളാണ്. എല്ലിനെ കുറിച്ച് അയാൾ പഠിച്ചു മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് ആ ഡോക്ടർ വിദഗ്ധനാണ് എന്ന അറിവ് കാരണത്താൽ നമ്മൾ അയാളെ ചെന്ന് കാണുന്നു. അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അദ്ദേഹത്തോട് രോഗത്തെപ്പറ്റി പറയും. അങ്ങനെ അദ്ദേഹം ടെസ്റ്റ് നടത്തി രോഗം നിർണയിക്കുന്നു. എന്നിട്ട് മരുന്ന് നിശ്ചയിക്കുന്നു. ഇത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അഗത്തി ദ്വീപിലെ ഒരു AP സുന്നി പ്രവർത്തകൻ ജോർജ് ഡോക്ടറെ അഗത്തി ദ്വീപിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ കടമത്ത് ദ്വീപിൽ നിന്നുകൊണ്ടോ ജോർജ് ഡോക്ടറെ, എന്റെ കുട്ടിക്ക് മാരകമായ ബോൺ കംപ്ലൈന്റ് ഉണ്ട്, നിങ്ങൾ മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള കാര്യമാണ്. ഇനി ഇതേ ഡോക്ടർ മരിച്ചാൽ പിന്നെ ആ ഡോക്ടറെ കാണിക്കാൻ ഏതെങ്കിലും ഒരു സുന്നി തന്റെ മകനെ കൊണ്ടുപോയി കാണിക്കോ? ഇല്ല. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ദ്വീപിൽ ഒരു തങ്ങളുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഔലിയുണ്ടെന്ന് വിചാരിക്കുക. ആ ഔലിയാനോട് ചെന്നിട്ട് നേർക്ക് നേരെ നമ്മൾ പറയണം, എനിക്ക് രോഗമുണ്ട്, നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയാം.
അതിനാരും പ്രാർത്ഥന എന്ന് പറയാറില്ല. മറിച്ച് അദ്ദേഹം മരിച്ചതിന് ശേഷം ഇയാളുടെ വീട്ടിൽ നിന്നുകൊണ്ട് മുഹമ്മദ് വിളിക്കുകയാണ്, ഇന്ന് ഷെയ്ഖ് എന്റെ രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ഇസ്ലാമിൽ അതിന് യാതൊരു തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് സഹാബികൾ പല പരാതിയും ഒരു നേതാവ് എന്ന നിലയിൽ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഒരൊറ്റ ആളും, ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. നമ്മള് ഒരു പണ്ഡിതനെ, സുന്നി പണ്ഡിതനെ ബുക്ക് ചെയ്യാൻ പോകും ഒരു പ്രസംഗത്തിന്, മുജാഹിദുകൾക്ക് മറുപടി പറയാൻ. ഇവിടെ നടന്ന സമ്മേളനത്തിന് മറുപടി പറയാൻ പേരോടിനെ ക്ഷണിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഈ നാട്ടിലെ സുന്നി പ്രവർത്തകർ SSFന്റെ ആളുകൾ കൂടിയാലോചിച്ച് പേരോടിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അഗത്തി ദ്വീപിൽ നിന്ന് കപ്പൽ ബുക്ക് ചെയ്ത് അവർ കപ്പലിൽ യാത്ര തിരിക്കുകയാണ്. അപ്പൊ അവരുടെ മനസ്സിലൊരു പ്രാർത്ഥനയും, എന്താ, ഞങ്ങൾ ചെല്ലുന്ന ദിവസം പേരോട് ഉസ്താദ് അവിടെ ഉണ്ടാകണം, ഞങ്ങൾ പറയുന്ന ഡേറ്റിന് പേരോട് ഉസ്താദിന് ഒഴിവുണ്ടാകണം, ഞങ്ങൾ പറയുന്ന കാര്യത്തിന് പേരോട് ഉസ്താദ് ബില്ലിംഗ് ആവണം. ഇത് പടച്ചോനെ നീ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് തരണേ, അതിനുള്ള അവസരം ഉണ്ടാക്കണേ നമ്മൾ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന മൊയ്തീൻ ശൈഖിനോടാണെങ്കിലോ അത് മൊയ്തീൻ ശൈഖിനുള്ള ഇബാദത്താണ്. അത് അള്ളാഹുവിനോടാകുമ്പോൾ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. എന്നാൽ ഇതേ ആളുകൾ കൊച്ചിയിൽ കപ്പലിറങ്ങി, കോഴിക്കോടേക്ക് ബസ് കയറി, കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് കുറ്റ്യാടിക്കുള്ള ബസ് കയറി, പേരോട് ചെന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അങ്ങ് വന്നൊന്ന് പ്രസംഗിച്ചു തരണം എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല, കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായമാണ്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഉസ്താദ് ഡേറ്റ് ഏറ്റു, ഇനി പടച്ചവനെ ആ കൃത്യസമയത്തെത്താനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും ഉസ്താദിന് വാചാലമായി സംസാരിക്കാനുമുള്ള കഴിവ് കൊടുക്കണേ എന്ന് മമ്പർത്ത തങ്ങളോടാണ് അയാൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് മമ്പർത്ത തങ്ങളോടുള്ള ഇബാദത്ത്. അത് അള്ളാഹുവിനോടാണെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത്. ഏതുപോലെ ബദർ രണാങ്കണത്തിൽ റസൂലുള്ളാഹിയും സഹാബത്തും വന്നു, ഭൗതികമായ എല്ലാ കാര്യങ്ങളും അവരൊരുക്കി, ഉള്ള ഒട്ടകത്തെ, ഉള്ള കുതിരയെ, ഉള്ള ആയുധത്തെയൊക്കെ അവർ ശേഖരിച്ചു, വളരെ കുറവായിരുന്നു അവരുടെ അടുത്ത്. എന്നിട്ട് ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷം മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് അൻഫാൽ 8-ാമത്തെ അധ്യായം 9-ാമത്തെ സൂക്തമാണ്. പടച്ചവനെ, ഈ ന്യൂനപക്ഷം നശിപ്പിക്കപ്പെട്ടാൽ ഈ ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആളുകൾ ഉണ്ടാവില്ല റബ്ബേ എന്ന് റസൂലുള്ളാഹിയും സഹാബത്തും ഇസ്തിഹാസ നടത്തി. ആ ഇസ്തിഹാസ പ്രാർത്ഥനയാണ്, അത് അള്ളാഹുവിനോടായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാലാകമാർ സഹായിച്ചു. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളോട് നിങ്ങൾ ആ കത്തി തരൂ, ആ വാള് തരൂ എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അത് പ്രാർത്ഥനയായി ആരും കരുതാറില്ല, ലോകത്താരും വിചാരിക്കാറില്ല. ഇനി മാത്രവുമല്ല, പ്രഗത്ഭനായ ഒരു സുന്നി പണ്ഡിതൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവരും, സംവാദം നടത്തും, മുഖാമുഖത്തിൽ അയാളെ പങ്കെടുപ്പിക്കും. അയാൾ മരിച്ചാലോ അയാളുടെ സമീപത്തിലോ പക്കാന്തപുരം AP ഓക്കർ മുസ്ലിയാർ മരിച്ചു നീകരിക്കുക, അല്ലെങ്കിൽ AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചു നീകരിക്കുക, എന്നാ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അങ്ങ് സുന്നികളുമായി വാദപ്രതിവാദം നടത്തുന്ന ആരെങ്കിലും പറയൂ? ആരും പറയില്ല. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്, രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇനി മാത്രമല്ല, പടച്ചവനെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുക, ഗ്ലാസ് ഇങ്ങെടുതാ, ആ ഷർട്ട് ഇങ്ങെടുത്തതാ എന്ന് പറയുന്നതിനെ കുറിച്ചല്ല. സുന്നി പണ്ഡിതന്മാർ തന്നെ അൽ ബയാൻ ഫീ മആനിൽ ഖുർആൻ എന്ന പരിഭാഷയിൽ ശിഹാബുദ്ദീൻ എംപിച്ചിക്കോയ തങ്ങൾ കോഴിക്കോട് വലിയ കാലി പറയുന്നത് സഹായം തേടുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്, അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അപ്പൊ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. സാധാരണക്കാർക്ക് സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ, തൗഹീദ് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഭാര്യയുടെ കടിഞ്ഞൂൽ പ്രസവം നടക്കുകയാണ്. അപ്പൊ ലേബർ റൂമിൽ ഭാര്യയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പുറത്തു വന്നിട്ട് പറയാ സിസേറിയൻ വേണം. അപ്പൊ ഒരു ഭർത്താവിന്റെ മനസ്സിൽ പടച്ചവനെ എന്റെ ഭാര്യക്കൊന്നും ഉണ്ടാകരുതേ, പടച്ചവനെ എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടാവും. ആ ബോധം, ആ തേട്ടം മൊയ്തീൻ ശൈഖിനോടാണെങ്കിൽ അവിടെ അങ്ങേയറ്റത്തെ ആരാധന വന്നു, അങ്ങേയറ്റത്തെ ഇബാദത്ത് വന്നു, അഥവാ പ്രാർത്ഥന വന്നു. ആ പ്രാർത്ഥന മൊയ്തീൻ ശൈഖിനോടാണ്. ഒന്നുകൂടെ ഉദാഹരണമായി പറഞ്ഞാൽ, ഈ കടലിൽ മീൻ പിടിക്കാൻ നിങ്ങൾ പോകുമ്പോൾ ഇവിടുത്തെ സുന്നികളിൽപ്പെട്ട കടലിൽ മീൻ പിടിക്കുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ ബോട്ട് മുങ്ങി വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് മൊയ്തീൻ ശൈഖിനുള്ള പ്രാർത്ഥനയാണ്. കാരണം അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കും, അള്ളാഹു കാണുന്ന പോലെ കാണും, അള്ളാഹു രക്ഷിക്കുന്ന പോലെ രക്ഷിക്കും എന്നാണ് അവരപ്പോൾ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, അഭൗതികമായ മാർഗത്തിലൂടെ തന്നെ സഹായിക്കുന്ന, കാര്യകാരണ ബന്ധത്തിന് അതീതമായി എന്നെ സഹായിക്കാൻ കഴിവുള്ള അള്ളാഹുവിനോടാണ് താൻ തേടുന്നത് എന്ന വിശ്വാസം. അത് പടപ്പുകളോടാകുമ്പോൾ പടപ്പുകൾക്കുള്ള ഇബാദത്ത്, അത് അള്ളാഹുവിനാകുമ്പോൾ അള്ളാഹുവിനുള്ള ഇബാദത്ത്. മൂന്നാമത്തെ ഒരു ചോദ്യം, കുത്തുബ മലയാളത്തിലാക്കിയ നിങ്ങൾ എന്തുകൊണ്ട് ബാങ്കു നമസ്കാരവും മലയാളത്തിലാക്കുന്നില്ല എന്നാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഖുതുബ ജനങ്ങളോടാണ്. നിങ്ങൾക്കറിയാലോ, നമസ്കാരത്തിൽ ഇമാം മിഹ്റാബിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുക. സാധാരണക്കാരൊക്കെ മനസ്സിലാക്കണം, നമ്മളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഒരു ലോകത്തൊരു പള്ളിയിലും ഇമാം നമസ്കരിക്കുമ്പോ മൗമൂമിങ്ങൾക്ക് നേരെ തിരിഞ്ഞിക്കലുണ്ടോ? നിങ്ങൾ ചിന്തിക്കും. മൗമൂമിങ്ങൾക്ക് നേരെ മിമ്പറിൽ കയറി ഒരു പ്രസംഗം നടത്തുന്നത് ആരോടാണ്? മൗമൂമിങ്ങളോടാണ്, ഓഡിയൻസിനോടാണ്. എന്നാൽ നമസ്കാരം അള്ളാഹുള്ള ഇബാദത്താണ്, അത് അള്ളാഹുവിനോടാണ്. അത് അള്ളാഹുവിന് മനസ്സിലാകും, അവിടെ ഭാഷ മാറ്റേണ്ടയില്ല. ബാങ്കിന്റെ ഉദ്ദേശം നമസ്കാരത്തിന് സമയമായി എന്നറിയിക്കലാണ്. അമുസ്ലിം സുഹൃത്തുക്കൾ വരെ 12:32 ലൊഹർ ബാങ്ക് കൊടുക്കണമെങ്കിൽ 35 മുഅദ്ദിനോട് ചോദിക്കും, 32-നാണല്ലോ ലൊഹർ ബാങ്ക് കൊടുത്തില്ലേ? അപ്പൊ ബാങ്കിന്റെ ഉദ്ദേശം അതേ ഉള്ളൂ, ഖുതുബ ജനങ്ങളോടാണ്, അത് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാനാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ ഒരു വശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഖുതുബകൾ ഉണ്ടായിരുന്നു. ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുന്നാസ്. ജനങ്ങൾക്ക് ഖുർആൻ ഓതി പ്രവാചകൻ അവരെ ഉത്ബോധിപ്പിച്ചു എന്നാണ്. പിന്നെ ഖുതുബ മലയാളത്തിലാക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അങ്ങനെ ജനങ്ങളുടെ ഭാഷയിൽ ദഅവത്ത് നടത്തണം, പ്രബോധനം നടത്തണം, ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. സൂറത്ത് ഇബ്രാഹിമിലെ ഒരായത്ത് ഇത്തരുണത്തിൽ ഞാൻ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വേണ്ടി ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 4-ാമത്തെ ആയത്തിൽ പറയാം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ വഹുവൽ അസീസുൽ ഹകീം. ഈ ആയത്ത് ശരിക്ക് ചിന്തിക്കണം. ഖുർആനിലെ 14-ാം അധ്യായം 4-ാമത്തെ സൂക്തമാണ്. യാതൊരു ദൈവദൂതനെയും തന്റെ ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ നാം അയച്ചിട്ടില്ലാന്നാ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി എന്താ പറഞ്ഞത്? ഒരു പ്രവാചകനെയും ആ പ്രവാചകൻ അഭിമുഖീകരിക്കുന്ന ആളുകളുടെ ഓഡിയൻസിന്റെ ഭാഷയിലാണ് അള്ളാഹു അയച്ചത്. ചിന്തിക്കണം, എന്തിനു വേണ്ടി? അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ, അല്ലെ? അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. എന്നിട്ട് അള്ളാഹു പിന്നെ പറയുന്നതറിയോ? ഫയുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. ആർക്കൊക്കെയാണ് എന്നിട്ട് പറയാണ്, അങ്ങനെ താൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹു ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്ന നേർവയിലാക്കുകയും ചെയ്യുന്നു. ഒരാള് 50 കൊല്ലം അറബിയിൽ പ്രസംഗം കേട്ടു, ദീനിന്റെ എല്ലാ വിധികളും കേട്ടു. പക്ഷെ ആ സാധുവിന് അറബി അറിയില്ല. പരലോകത്ത് വരുമ്പോ അയാൾ നരകത്തിലാണ് എന്ന് വിചാരിക്കുക. പടച്ചോനോട് ചോദിച്ചു, പടച്ചോനെ, എനിക്ക് ഭാഷയറിയാതെ ദീനിന്റെ വിധികൾ ഞാൻ കേട്ടു, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഒരറിവ് വന്നു കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സത്യദീന് പിന്തുടരാത്തത് എന്നയാൾ പറഞ്ഞാൽ അയാൾ എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? അതുകൊണ്ട് ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം ഒരു പ്രബോധകൻ സംസാരിക്കേണ്ടത്. മൂസാ നബിയുടെ പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അത് അറബിയിലല്ല അദ്ദേഹം നടത്തിയത്, ഹീബ്രു ഭാഷയിലാണ്. ഹീബ്രു ഭാഷയിലെ മൂസാ നബിയുടെ പ്രാർത്ഥന അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അറബിയിലാണ്. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 25 മുതൽ 28 വരെയുള്ള സൂക്തം അതിന് തെളിവാണ്. പൂർവ്വകാല പ്രവാചകന്മാർ ഈസാ നബി അരാമിക് ഭാഷ സംസാരിച്ച ആളാണ്. കാരണം ആ ജനതയുടെ ഭാഷ അരാമിക്കായിരുന്നു. ഇപ്പൊ മിനിക്കോയ് ദ്വീപിൽ മഹൽ ഭാഷയാണെങ്കിൽ ഒരു പ്രവാചകൻ അള്ളാഹു നിയോഗിക്കുകയാണെങ്കിൽ മഹൽ ഭാഷയിലാണ് നിയോഗിക്കുക. അപ്പൊ പണ്ഡിതന്മാർ, ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ആരും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല, നബി അന്തിമ പ്രവാചകനാണ്, അത് വേറെ വിഷയമാണ്. ഏതൊരു സമൂഹത്തിനും മതം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ആ ജനങ്ങളുടെ ഭാഷയിലാകണം. ഇനി റസൂലുള്ളാഹി 500 ഖുതുബ നടത്തി, ഒരൊറ്റ ഖുതുബ സഹാബത്തിന് മനസ്സിലാകാതെ പോയോ? ഏതെങ്കിലും ഒരു ഖുതുബ സഹാബത്തിന് മനസ്സിലാകാതെ പോയോ? കാരണം നബിയുടെ ഓഡിയൻസിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അറബികളാണ്, അറബി ഭാഷ അറിയുന്നവരാണ്. മാത്രവുമല്ല, ആളുകളുടെ ചോദ്യം കേട്ട നബി ഖുതുബ മാത്രമാണ് അറബിയിൽ നടത്തിയെന്ന് തോന്നും. പിന്നെയോ, ഈ സുന്നി പണ്ഡിതന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറബിയിലാണ് ഖുതുബ നടത്തേണ്ടത് എന്ന് സുന്നി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മലയാളത്തിലാ. ഖുതുബ അറബിയിലാണ് നടത്തേണ്ടത്, അതാണ് നബിയുടെ സുന്നത്ത് എന്ന് സുന്നികളോട് അത് മലയാളത്തിലാ പറയുന്നത്. കാരണം എന്താ? ഓർക്ക് മനസ്സിലാവണല്ലോ. നേരെ മറിച്ച് പിരിവ് ഖുതുബക്ക് അറബിയിൽ നടത്തിയാൽ പിരിവ് മലയാളത്തില. എന്താ? അത് ചിക്കിളി കിട്ടുന്ന കാര്യ. അതോർക്ക് തിരിയാതെ പോയാൽ പോക്കറ്റ് വീർപ്പിക്കാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനം പള്ളി മിമ്പറുകളിൽ വെച്ച് ജനങ്ങൾക്ക് ദീ പഠിപ്പിച്ചു. എത്ര സുന്നികളാണ് മുജാഹിദ് പള്ളികളിൽ വന്ന് ഖുതുബ കേൾക്കുന്നത്? അതിന് പഠിക്കാനാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ മതം മറക്കാതിരിക്കാനാണ്. അപ്പൊ അല്ലാഹു ഹുവല്ലദീ ബാസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ.
ഖുത്ബയിലെ സൂറത്ത് ജുമയിലാണ് അള്ളാഹു ഈ ആയത്ത് ഉൾപ്പെടുത്തി. സൂറത്ത് ജുമയിലൂടെ നബി അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഖുത്ബയിലൂടെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്, ജനങ്ങളെ ദീൻ പഠിപ്പിക്കാനാണ്. നോട്ടീസ് അടിക്കാതെ, അനൗൺസ്മെന്റ് ഇല്ലാതെ ഏത് മനുഷ്യനും അരമണിക്കൂർ ഇരുന്നിരുന്ന ഏകവേദി ഖുത്ബയാണ്. ആ ഖുത്ബയിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. ആ സമയത്താണ് അവരെ ദീൻ പഠിപ്പിക്കേണ്ടത്. ഇനി നബിയോടുള്ള ബഹുമാനം കൊണ്ട് നബിദിനം ആഘോഷിക്കുന്നത് തെറ്റാണോ? നബിയോടുള്ള ബഹുമാനം കൊണ്ട് നബിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചവർ സഹാബികളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ബഹുമാനം കുറവുണ്ടായിരുന്നോ? പക്ഷേ നബിദിനം ആഘോഷിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അവർക്ക് ബഹുമാനമില്ലാന്നാ? 2 കൊല്ലവും 3 മാസവും 10 ദിവസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. റസൂലുള്ളാഹിനെ ഏറ്റവും ബഹുമാനിച്ച സഹാബി. പക്ഷേ അദ്ദേഹത്തിന് നബിദിനം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല. ബഹുമാനത്തിന്റെ ഭാഗമായി നബിദിനം കഴിക്കണം. ബഹുമാനം അതെങ്ങനെയായിരിക്കണം, അതിന്റെ അതിലെന്തായിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഭരണം നടത്തിയ നേരത്തെ നിങ്ങൾ കേട്ടു. ആ കാലയളവിലൊന്നും നബിയെ ബഹുമാനിച്ചവരാരും, അഥവാ ബഹുമാനത്തിന്റെ മാനദണ്ഡം നബിദിനം കഴിക്കുക എന്നുള്ളതല്ല. ബഹുമാനിക്കാത്തവരാണ് നബിദിനം കഴിക്കാത്തവരെങ്കിൽ അത് സഹാബികൾ മുഴുവനുമാണ്. അവരാരും നബിദിനം കഴിച്ചിട്ടില്ല. നബിദിനം കഴിക്കാത്തത് നബിയോടുള്ള ബഹുമാനം കൊണ്ടാണ്. കാരണം റസൂലുള്ള പഠിപ്പിക്കാത്ത ദീനല്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദ്ദുന്ന. ഒരു ബിദ്അത്ത് അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ദീനിലില്ലാത്ത നിങ്ങൾ ആചരിക്കാൻ പാടില്ല. ദുൽഹജ്ജ് 9 അൽയൗമ, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി എന്താചരിക്കണം, എന്തനുഷ്ഠിക്കണമെന്ന് പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതും നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിക്കലിൽ ഈ നബിദിനമില്ല. റസൂലുള്ളാഹി ആചരിച്ചിട്ടില്ല, സഹാബികൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. 4ാമത്തെ ചോദ്യം, ബിദ്അത്ത് എന്നാൽ എന്ത്? നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും ഉണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് പിന്തുടരുന്നവന്റെ കൂലിയിൽ നിന്നും ഒരു വിഹിതം ലഭിക്കുമെന്ന് നബിവചനം നല്ല ബിദ്അത്തിന് തെളിവല്ലേന്നാ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടലാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദ്ദുൻ. നമ്മുടെ ഈ ദീനി കാര്യത്തിലില്ലാത്തത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫവറദ്ദുൻ. നാം ചെയ്യാത്ത അമല്, നേരത്തെ പറഞ്ഞ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ആ ദീനിലില്ലാത്ത മതമാണ് എന്ന നിലയിൽ കമാലിയ സ്വലാത്ത് പോലെ, നാരിയാത്ത് സ്വലാത്ത് പോലെ, ഇപ്പൊ റമദാനിലെ 27 മലപ്പുറം സ്വലാത്തുകൾ നടത്തുന്നത് പോലെ, അതൊക്കെ 5 കൊല്ലായിട്ടേള് തുടങ്ങിയിട്ട് 5 കൊല്ലം. അതൊക്കെ ബിദ്അത്താണ്. ആ ബിദ്അത്ത് നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്തിനില്ല. പിന്നെ ഇവിടെ ആരെങ്കിലും ഒരു നല്ല കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ നല്ലതാണ് എന്ന് പഠിപ്പിച്ച കാര്യം അത് ജനങ്ങൾക്കിടയിൽ ഇല്ലാതായി പോവുക, എന്നിട്ടൊരാൾ അതിനെ പുനർജീവിപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ മറന്നുപോയൊരു സുന്നത്തിനൊരാൾ കൊണ്ടുവരിക, അതുവഴി അത് ആളുകൾ സ്വീകരിക്കുക. അല്ലാതെ ഒരു പുതിയ ബിദ്അത്തിനെ കുറിച്ചല്ല അങ്ങനെ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ചോദ്യം കൂടെയുണ്ട്, പ്രസക്തമായൊരു ചോദ്യം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് ഒരു സുന്നി പണ്ഡിതൻ തന്റെ ഗ്രന്ഥത്തിൽ എഴുതി. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ആ ഗ്രന്ഥം ഇതാണ്, വഴിപിരിഞ്ഞവർക്ക് എന്തുപറ്റി എന്ന ആഷിം നഈമിയുടെ പുസ്തകം. കീലത്ത് മുഹമ്മദ് ബാഷാണ് ഇതിന് അവതാരിക എഴുതി. ഈ പുസ്തകത്തിന്റെ 37ാമത്തെ പേജിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. ഇവിടെ എന്താ പറയുന്നത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം ആരുടെ പ്രമേയമാണ്? ഇബ്ലീസിന്റെ പ്രമേയമാണ്. അപ്പൊ സുന്നികളുടെ വാദപ്രകാരം ആദം നബി ആരാണ്? ഇബ്ലീസിന്റെ ആളാണ്. ഇബ്രാഹിം നബി ആരാണ്? ഇബ്ലീസിന്റെ ആളാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ഇബ്ലീസിന്റെ ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? ഇബ്ലീസിന്റെ ആളാണ്. കാരണം എന്താ? റസൂലുള്ളാഹി പറയാ, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയാകുന്ന ഇബാദത്തിൽ ഞാൻ അവനിൽ പങ്കുചേർക്കയില്ല. അപ്പൊ ആദ്യത്തെ ഇബ്ലീസിനെ സ്വീകരിച്ച ആൾ നബിയാവൂലേ? റസൂലുള്ളാഹി അങ്ങനെ ചെയ്യോ? ഇബ്ലീസിന്റെ പ്രമേയാണ് സ്വീകരിക്കോ? അഥവാ ഇത് എഴുതുക വഴി, ഇത് സുന്നികളെ പ്രചരിപ്പിക്കുന്ന പുസ്തകമാണ്, ഇത് എഴുതുക വഴി തീർച്ചയായും പ്രിയപ്പെട്ടവരെ അമ്പിയാക്കൾ മുഴുവനും കാഫറുകളായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആദം നബി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്. ഖുർആനിലെ 7-ാം അധ്യായം 23-ാമത്തെ ആയത്ത്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് പടച്ചവനോടാണ്. നൂഹ് നബി, റബ്ബി ഔഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഖുർആനിലെ 71-ാം അധ്യായം 28-ാമത്തെ ആയത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, സൂറത്ത് ബഖറയിലെ 126. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, സൂറത്ത് ബഖറ 127. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. എത്ര പ്രാർത്ഥന ഒക്കെ പടച്ചവനോടാണ്. അമ്പിയാക്കളെല്ലാം നടത്തിയ പ്രാർത്ഥന പടച്ചവനോടാണ്. റസൂലുള്ള പഠിപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും പടച്ചവനോടാണ്. ഒരൊറ്റ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് നടത്തിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരൊറ്റ സഹാബികളും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന, അതാണ് ദീനിന്റെ യഥാർത്ഥ അടിത്തറ. അതിവിടെ പൊളിയുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ ജൽപ്പനങ്ങളിൽ നിന്ന് നാം മോചനം നേടണം. സർവാധിനാഥനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫതഹുദ്ദീൻ ഉസ്താദ് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, 2-3 ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാനിവിടെ നിങ്ങളെ മുമ്പാകെ നിന്നിരിക്കുകയാണ്. ആ ചോദ്യം ആദ്യമായി നിങ്ങളെ കേൾപ്പിക്കാം. ഈ ചോദ്യം പലതരം ചോദ്യമുണ്ടെങ്കിലും ആദ്യത്തെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഈ ചോദ്യത്തിൽ ബാക്കിയുള്ള ലക്ഷദ്വീപിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മുഴുവൻ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. ഈ ചോദ്യം, മാലിക് ഇബ്നു ദീനാർ ഇസ്ലാം മതം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഏത് ക്രിസ്തു വർഷത്തിലാണ്? ഈ ചോദ്യത്തിന് കേരളത്തിലെ പല ആളുകളും എഴുതിയിട്ടുണ്ട്. കേരളത്തിലേക്ക് ഇസ്ലാം മതം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് വന്നിട്ടുണ്ട് എന്ന്. ആ അഭിപ്രായം അനുസരിച്ച് ഹിജറ 7-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക്, ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് ഇസ്ലാം മതം വന്നിട്ടുണ്ടെന്നാണ് ആ റിവായത്ത് അഭിപ്രായം പറയുന്നത്. പക്ഷേ അത് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റുകയില്ല. പ്രസ്തുത നിവേദനം പറയുന്നത് ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ചന്ദ്രൻ പിളർന്നത് കണ്ടപ്പോൾ അറബികൾ കച്ചവടത്തിന് വന്നതായ ആളുകളുമായി ചേരമാൻ പെരുമാൾ അറേബ്യയിലേക്ക് പോവുകയും നുബുവ അഥവാ പ്രവാചകത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയ 7-ാം വർഷം ഈ ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന മുറബ്ബ കൊടുക്കുകയും അതിൽ നിന്നുള്ളതായ ഒരു കഷ്ണം അബൂ സഈദ് അൽ ഖുദ്രി സ്വന്തം തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ഹദീസും അവർ കാണിക്കുകയാണ്. അതിന് പ്രധാനമായി ഡോക്ടർ മുത്തുകോയയുടെ ലക്ഷദ്വീപും ഹസ്രത്ത് ഉബൈദുല്ലായും എന്ന് പറയുന്നതായ ആ പുസ്തകം നോക്കിയാൽ കാണാവുന്നതാണ്. മൂപ്പർ അതിനു വേണ്ടിയിട്ട് പല രേഖകളും എന്നെ അസഭ്യം പറഞ്ഞുകൊണ്ട് എഴുതിയതായ പുസ്തകമാണ്. എനിക്കുള്ളതായ ആ ഇസ്ലാം മതവും ലക്ഷദ്വീപും എന്നുള്ളതായ ആ പുസ്തകത്തിന് മറുപടി എഴുതിയതായ പുസ്തകത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിനെ സംബന്ധിച്ച് ശരിയായ ഒരു ഗവേഷണം നടത്തുകയും ആ ഗവേഷണത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് എനിക്ക് ശരിയായ മറുപടി കിട്ടുകയും ചെയ്തു. കാരണം ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. അബൂ സഈദ് അൽ ഖുദ്രി ഈ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന മുറബ്ബ തിന്നിട്ടില്ല എന്നുള്ളതായ ശരിയായ ലക്ഷ്യം എനിക്ക് കിട്ടുകയുണ്ടായി. കാരണം ഈ നുബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ 7-ാം വർഷം ഈ ചേരമാൻ പെരുമാൾ മക്കത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ 6 വർഷം താമസിക്കുകയും അവിടുന്ന് ആ ചേരമാൻ പെരുമാളും മാലിക് ഇബ്നു ദീനാറും ഒന്നിച്ചു വന്ന് കേരളത്തിലേക്ക് ഇസ്ലാം മതം നടത്താൻ വരുന്നതായ വഴിമധ്യേ
ഷഹർ മുഖല്ലയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വിവരം അറിയുകയും അങ്ങനെ മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ അത് വലിയതായ ഒരു നിവേദനമാണ്. അതിവിടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ പോയിന്റ് മാത്രം ഞാൻ പറയുകയാണ്. ഈ നിവേദനത്തിൽ പറയുന്നത് ചേരമാൻ പെരുമാളും അറബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ആ സന്നിധിയിൽ വെച്ച് ഈ ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയായി കൊണ്ടുവന്ന മുറബ്ബ അവിടെയുള്ളതായ ആ സന്നിധിയിൽ ഇരിക്കുന്നതായ സഹാബത്തിന് മുഴുവൻ കൊടുക്കുകയും ചെയ്തു. അതിൽ ഒരു കഷ്ണം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തിന്നുകയും ചെയ്തു എന്നാണ് നിവേദനം. പക്ഷേ ഈ നിവേദനം ഓട്ടോമാറ്റിക്കായി അതേ നിവേദനത്തിൽ തന്നെ പറയുന്നതായ അബൂ സഈദ് അൽ ഖുദ്രിയെ നമുക്ക് ഉദാഹരണമായി കാണിച്ചുകൊണ്ട് തന്നെ ആ നിവേദനം ശരിയല്ല എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയതിന് ശേഷം ഹിജ്റ 3-ാം വർഷം ഉഹദ് വർഷം തുടങ്ങുമ്പോൾ, ഉഹദ് യുദ്ധം തുടങ്ങുമ്പോൾ ഈ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അരികിൽ വരികയും യുദ്ധത്തിന് സമ്മതം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സഈദിനെ ചെറുപ്പമായതുകൊണ്ട് യുദ്ധത്തിന് പങ്കുചേരാൻ അനുവദിച്ചിട്ടില്ലെന്നും അബൂ സഈദ് അൽ ഖുദ്രിയുടെ ബാപ്പ ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ ഉഹദിൽ വെച്ച് ഷഹീദാവുകയും ചെയ്തു. അപ്പോൾ ഈ അബൂ സഈദ് അൽ ഖുദ്രിയോ റളിയല്ലാഹു അൻഹു ബാപ്പയോ അതുപോലെ തന്നെ ആ കുടുംബം മുഴുവനും ഇസ്ലാമിലേക്ക് വരുന്നത് ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷമാണ്. ഈ ഹദീസിന്റെ എല്ലാ പുസ്തകങ്ങളിലും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എഴുതിയ എല്ലാ പുസ്തകങ്ങളിലും കാണാവുന്നതാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിന് പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടില്ല ചെറുപ്പമായതുകൊണ്ട്. അപ്പോൾ ആ ഉഹദ് യുദ്ധത്തിൽ ചെറുപ്പമായിരിക്കുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു മനുഷ്യൻ ഇസ്ലാം ആയിട്ടില്ല. ഇസ്ലാം ആകുന്നത് തന്നെ ഹിജ്റ 2-ാം വർഷത്തിലാണ്. ബാപ്പയും ഉമ്മയും അബൂ സഈദ് അൽ ഖുദ്രിയും എല്ലാം ഒന്നിച്ചുകൊണ്ട് ഇസ്ലാം ആകുന്നത് ഹിജ്റയ്ക്ക് ശേഷമാണ്. അങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ ഹിജ്റയ്ക്ക് മുമ്പ് നുബുവത്തിന്റെ 7-ാം വർഷം ചേരമാൻ പെരുമാൾ മക്കത്തേക്ക് വന്നു. ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ ആ മുറബ്ബ കൊടുക്കാൻ ആ അബൂ സഈദ് അൽ ഖുദ്രി എന്ന് പറയുന്നതായ മനുഷ്യൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ആ നിവേദനം 100% തെറ്റാണ്, വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇസ്ലാം മതം എങ്ങനെ കേരളത്തിലേക്ക് വന്നു എന്നുള്ളതായ ചോദ്യത്തിന് ഇന്ന് കേരളത്തിൽ ഏറ്റവും ബലമായ അഭിപ്രായം ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫായ ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ മഅബരി അൽ പൊന്നാനി മൂപ്പർ എഴുതിയതായിരിക്കുന്ന തുഹഫത്തുൽ മുജാഹിദീൻ ഫി അഖ്ബാർ അൽ പുർത്തുഗാലിയീൻ എന്ന് പറയുന്നതായ ആ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അത് കുറെ അധികം പറയുന്നുണ്ട്. അവസാനമായി പറയുന്നത് ഒരു അഭിപ്രായവും ഉറച്ചു പറയാൻ സാധ്യമല്ലെങ്കിലും ഒന്നും പറയാൻ സാധ്യമല്ലെങ്കിലും ഉറപ്പിച്ചു പറയാൻ ഒരു അഭിപ്രായം സാധ്യമല്ലെങ്കിലും എന്റെ ബലമായ ധാരണ ഹിജ്റ 2-ാം നൂറ്റാണ്ടിന്റെ ശേഷമാണ്. അതായത് ക്രിസ്താബ്ദം 9-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ്. കൂടുതൽ വിവരത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പുസ്തകമുണ്ട് ഉബൈദുല്ലായും ലക്ഷദ്വീപും എന്ന് ഈ ഡോക്ടർ മുത്തുകോയാക്ക് മറുപടി കൊടുത്തതായ പുസ്തകം. ആ പുസ്തകത്തിൽ ഇതിനെ പറ്റിയിട്ടുള്ളതായ ശരിയായ വിവരണം അതിൽ കാണാവുന്നതാണ്. വേറൊരാൾ ഇവിടെ ചോദിക്കുന്നത് ആന്ത്രോത്ത്, അമേനി, കിൽത്താൻ തുടങ്ങിയ ദ്വീപുകളിൽ പേരിനോടൊപ്പം തങ്ങൾ എന്നും സയ്യിദ് എന്നും ചേർക്കുന്നവരായി ചുരുങ്ങിയത് 3000-ത്തിലധികം ആളുകളുണ്ട്. ഇവരെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരകളാണെന്നാണ് അവകാശവാദം. ലക്ഷദ്വീപിൽ ഈ പറയും പ്രകാരം തങ്ങൾ വശക്കാരാണെങ്കിൽ ഇതിലെ സിൽസില ഇന്ന് വെളിപ്പെടുത്താമോ? ലക്ഷദ്വീപിൽ ഈ 3 ദ്വീപിൽ 3000-ത്തിൽ അധികം ആളുകൾ ഉണ്ടെന്ന് മൂപ്പർ പറയുന്നുണ്ട്. അല്ലാഹു അലം, അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടുവരുന്നത് ലക്ഷദ്വീപിൽ നിന്നും
ആരാണോ ഇസ്മിന്റെ പണിക്കായി പോകുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയുന്ന ആളുകൾ ഓടത്തിലോ അല്ലെങ്കിൽ കപ്പലിലോ പോയി മംഗലാപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരിലോ കോഴിക്കോട്ടോ കൊച്ചിയിലോ എത്തുമ്പോഴത്തേക്കും അവർ തങ്ങളായി മാറുകയാണ്. അതിപ്പോ 3000 അല്ലെങ്കിൽ ഒരു പക്ഷെ 5000 അതിൽ കൂടുതലുണ്ടാവാം, കുറച്ചുമുണ്ടാവാം. തങ്ങൾ എന്ന് പറയുന്നതായ ആ വാക്ക് വരുന്നത് ആ കേരളത്തിലേക്ക് എത്തുമ്പോഴാണ്. നമ്മുടെ ദ്വീപുകളുടെ ഇടയിൽ വളരെ ചുരുക്കം പേരാണ് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ തങ്ങൾ എന്നുള്ളതായ ആ സിൽസില ഞാനും ഈ പറയുന്നതായ ഞാനും എത്രയോ വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ ഈജിപ്തിലേക്ക് പോകുന്നത് വരെ ആദ്യത്തെ എന്റെ പാസ്പോർട്ടിൽ തന്നെ എന്റെ പേര് തങ്ങളെന്നാണ്. പൂക്കോയ തങ്ങളെന്നും സെയ്ദ് ഫതഹുദ്ദീൻ പൂക്കോയ തങ്ങളെന്നും അങ്ങനെ തങ്ങൾ എന്ന പേരിലാണ് ഞാനും അറിയപ്പെട്ടിരുന്നത്. ഇന്നും മാതമംഗലത്ത്, അതുപോലെ തന്നെ ഞാൻ ഓതിയതായ കോട്ടയത്ത്, പുതിയങ്ങാടി എന്നെ അറിയപ്പെടുന്ന ആളുകളെല്ലാം ഇന്നും ഇപ്പോഴും തന്നെ ഇവിടുന്ന് തന്നെ ഇപ്പൊ ഈ മറ്റേ സ്റ്റേജുകളിൽ നിന്ന് പലപ്പോഴും പറയാറുണ്ട് ഫതഹുദ്ദീൻ തങ്ങൾ. ഞാൻ കുറച്ചു കാലമായി, ഏകദേശം ഒരു 20 വർഷത്തിൽ കൂടുതലായി ഞാൻ ഇത് രാജിവെച്ചിട്ട്. അത് പ്രത്യേകമായി പറയാനുള്ള കാരണം എന്ന് വെച്ചാല് തങ്ങൾ എന്നുള്ളതായ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരമ്പരയിൽപ്പെട്ടതായ ആ സിൽസില എന്റെ വിശ്വാസം അനുസരിച്ച് ഇന്ന് ലക്ഷദ്വീപിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ പലരോടും വാദപ്രതിവാദമായിട്ടും സന്തോഷത്തിലും സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും എല്ലാം ഞാൻ ചോദിച്ചതും വാദിച്ചതും ആയ സംഗതിയാണ്. ആർക്കും ഇന്നേ വരെ ഈ ഒരു സിൽസില, ലക്ഷദ്വീപിലുള്ളതായ ഒരു സിൽസില ആർക്കും കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ 2000 സുന്ന 2000 എന്ന് പറഞ്ഞതായ ഒരു മാഗസിൻ അമേനിയിൽ നിന്നും പുറപ്പെടുവിച്ചതിൽ ഒരു ബാക്കവി MFB മുസ്ലിയാര് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ബഗ്ദാദിൽ നിന്ന് ആരോ ആന്ധ്രോത്തേക്ക് വരികയും അവിടുന്ന് മറ്റേ കവരത്തിയിലേക്ക് വരികയും അവരിങ്ങനെ സിൽസില ഉണ്ട് എന്നിങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞതല്ലാതെ സിൽസില കാണിച്ചിട്ടുമില്ല. ആ വന്നത് തങ്ങളാണോ വന്നത് ശരിയാണോ അല്ലാഹു അലം, അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുകയില്ല, അത് ഉറപ്പിക്കാനും പറ്റുകയില്ല. കാരണം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ പറ്റി തന്നെ പറയുന്നത് മൂപ്പറ് ബഗ്ദാദിൽ ജനിച്ചു വളർന്ന ആളല്ല. മൂപ്പറുടെ പാരന്റ്സ് ഉമ്മയും ബാപ്പയും ഇറാനിൽ ജനിച്ച് ഇറാനിൽ വന്ന് ബഗ്ദാദിൽ സെറ്റിൽ ചെയ്തതായ ഒരു ഫാമിലിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുല്ലാഹിയുടെ ഫാമിലി. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ്, അബ്ദുള്ള എന്നീ പേരുകളോടൊപ്പം ഒരു അർത്ഥവുമില്ലാത്ത കോയ എന്ന വർണ്ണന ചേർക്കുന്നതിലെ ഔചിത്യം എന്ത്? ഇത് മുജാഹിദ് പ്രസ്ഥാനം അനുകൂലിക്കുന്നുണ്ടോ? ഇത് വംശനാമമാണെങ്കിൽ മുഹമ്മദ് നായർ, മുഹമ്മദ് നമ്പ്യാർ എന്നൊക്കെ ആവാമല്ലോ. കോയ എന്നുള്ളതായ പേര് എനിക്കിപ്പോ കൂടുതലായിട്ട് പറയാൻ സാധിക്കുന്നത് അന്ത്രോത്ത് ദ്വീപിനെ സംബന്ധിച്ചാണ്. അന്ത്രോത്ത് ദ്വീപിൽ എന്റെ ചെറുപ്പത്തിൽ ഇപ്പോഴും കോയ, മാലി, മേലാച്ചേരി, മലയാമക്കൾ ഇങ്ങനെ 4 ചെറുപ്പത്തിലെ അറിയപ്പെടുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പൊ കുറച്ച് ഒരു 10-15 വർഷമായി അങ്ങനെ ഒരു വ്യത്യാസം എഡ്യൂക്കേഷൻ വന്നതോടുകൂടെ അങ്ങനത്തേതായ വലിയ വ്യത്യാസം കാണുന്നില്ല. മുമ്പ് ഇങ്ങനെ ഒരു 4 പേരിൽ അറിയപ്പെട്ടിരുന്നു. കോയ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ തങ്ങന്മാരായി ഇസ്മിനെ പണിയെടുക്കാനും കേരളത്തിൽ നിന്നും സിലോണിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ പണം സമ്പാദിച്ചു വരാനുള്ളതായ ആ ഒരു ഗ്രൂപ്പ്. മാലി എന്നാൽ മീൻ പിടിക്കാനും ബോട്ട് മറ്റേ ഓടം ഓടാനും മറ്റേ കണക്ക് നോക്കുന്നതും മറ്റേ കേരളത്തേക്ക് പോകുന്നതും വരുന്നതും ആളുകൾ. മേലാച്ചേരികൾ എന്നാൽ മറ്റേ തേങ്ങ പറിക്കുന്നതായ ആ ഗ്രൂപ്പ്. മലയാമക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും വന്ന് അടുത്ത കാലത്തായി വന്ന് താമസിക്കുന്ന ഇങ്ങനെയുള്ളതായ 4 ഗ്രൂപ്പ് അന്ത്രോത്ത് ദ്വീപിലുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ദ്വീപുകളിൽ അവരെ പറ്റി എനിക്ക് വലിയ വിവരമില്ല. അങ്ങനെ 4 പേര് ഇന്നും ചില ഫാമിലികളിൽ അത് അറിയപ്പെടുന്നുണ്ട്. കുടിയാന്മാര് എന്നുള്ളതായ ആ ഒരു ചുറ്റുപാടും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായി അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. പക്ഷേ മുഹമ്മദ് നായർ, മുഹമ്മദ് എന്നുള്ളതായ ആ പേരില് മുഹമ്മദ് കോയ
എന്ന് വെച്ചതുകൊണ്ട് ആ കോയ ഇല്ലാത്ത ഇസ്ലാമിൽ ഇല്ലാത്ത ഒന്ന് ചേർക്കുകയാണോ എന്ന് പറയാൻ പറ്റുകയില്ല. നമ്മളെ കേരളത്തിൽ ഇപ്പൊ നോക്കിയാൽ, കേരളത്തിൽ തന്നെ പോയി നോക്കിയാൽ ഹിന്ദുക്കളുടെ പേരും മുസ്ലിമീങ്ങളുടെ പേരും നമുക്ക് കാണാം. ഉദാഹരണമായി മുഹമ്മദ് കുട്ടി, ഹസൻ കുട്ടി എന്നെല്ലാം ചേരുന്നു. അതേ സമയത്ത് നായരുകുട്ടി, കൃഷ്ണൻകുട്ടി എന്നുള്ളതായ ആ കുട്ടി എന്നുള്ളത് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിമീങ്ങളുടെ ഇടയിലും കാണാം. അതുകൊണ്ട് നമുക്ക് ഈ കോയ എന്ന് വെച്ചതുകൊണ്ട് അനിസ്ലാമികമായ പേരാണോ അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഈ കോയ എന്ന പേര് വെച്ചതുകൊണ്ട് ഇസ്ലാമിൽ വലിയതായ ഒരു സ്ഥാനമുള്ളതായ ഒരു പേരാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാം എന്നും പറയാൻ പറ്റുകയില്ല. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും. പിന്നെ ഇവിടെ ചോദ്യം, 1961 CN അഹമ്മദ് മൗലവി ആദ്യത്തെ ഖുർആൻ പരിഭാഷ പുറത്തിറക്കുന്നത്. മാലിക് ദീനാർ വന്നത് മുതൽ 1961 വരെ കേരളത്തിൽ ഏത് തരത്തിലുള്ള ദഅവാ പ്രവർത്തനമാണ് നടന്നത് എന്ന് വിശദീകരിക്കാമോ? അങ്ങനെ 1960 മുമ്പുള്ള കേരള മുസ്ലിം ചരിത്രം എടുത്തു പരിശോധിച്ചിട്ട് ആദ്യം ഇസ്ലാം വന്നത് മുതൽക്കുള്ള ഒരു പഠനം നടത്തിയ ആളല്ല ഞാന്. ഇവിടെ അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് എത്തിയെന്ന് സമ്മതിച്ചാലും ഹിജറ 200 ശേഷം എത്തിയെന്ന് സമ്മതിച്ചാലും മറ്റ് നാടുകളിലൊക്കെ ഇസ്ലാമിക ലോകത്തുണ്ടായ വ്യതിയാനങ്ങളുടെ സാമ്പിളുകൾ ഇവിടെയുണ്ടായി. മറ്റു പലയിടത്തും മദ്ഹബുകളുടെ പിടിയിൽ അമർന്നപ്പോൾ ഇവിടെയും മദ്ഹബുകളുടെ പിടിയിൽ അമർന്നു. മറ്റു പലയിടത്തും ഈ റാത്തീബും മൗലൂദും ഒക്കെ തുടങ്ങിയപ്പോൾ ഈ കേരളത്തിലുണ്ടായി എന്നല്ലാതെ വ്യക്തമായ അർത്ഥത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നത് എന്ന് 1900-നും 1800-കളിലൊക്കെ എന്താണ് നടന്നതെന്ന് വ്യക്തമായി പറയാവുന്ന ചരിത്രരേഖകളൊന്നും ഞാൻ പഠനവിധേയമാക്കിയിട്ടില്ല. പിന്നെ പരലോകത്ത് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുമെന്ന് ഹദീസുകൾ പറയുന്നുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? അതുമൂലം പാപമോചനവും പരലോകമോക്ഷവും പാപികൾക്ക് ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും, ഈ ഉമ്മത്തിലെ പാപികൾക്ക് വേണ്ടിയും ശഫാഅത്ത് ചെയ്യും, മൊത്തത്തിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ശഫാഅത്ത് ചെയ്യും. ഇതെല്ലാം ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. വിചാരണ നടക്കാതെ മുസ്ലിം മനുഷ്യരെല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയത്ത് വിചാരണക്കെടുക്കാൻ വേണ്ടി ആളുകൾ വിഷമിച്ചയച്ചുകൊണ്ട് നബിമാരെ സമീപിക്കുകയും ഓരോ നബിയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവായി അവസാനം മുഹമ്മദ് നബിയുടെ അടുത്തെത്തും. നബി അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ പോയി താഴെ പോയി സുജൂദിൽ വീഴുകയും അങ്ങനെ തല ഉയർത്തു, ചോദിക്കൂ, സ്വീകരിക്കാം, ശഫാഅത്ത് ചെയ്യൂ, അത് നടപ്പിലാക്കും എന്ന് പറയുമ്പോ ആളുകളെ വിചാരണക്കെടുക്കാത്ത ബുദ്ധിമുട്ട് പറയുകയും അങ്ങനെ വിചാരണക്കെടുക്കുകയും ചെയ്യും. അതുപോലെ ഒരുപാട് കാലം നരകത്തിൽ കടന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അവരെ സ്വർഗത്തിലാക്കാൻ തീരുമാനിക്കും. ആ സന്ദർഭത്തിൽ നബിയുടെ ശുപാർശ അവിടെ ഉണ്ടാകും. അപ്പോ അള്ളാഹു സ്വർഗത്തിലാക്കാൻ നിശ്ചയിച്ച ആളുകളെ സ്വർഗത്തിലാക്കുന്നതിന് മുമ്പായിട്ട് റസൂൽ ശഫാഅത്തിന് അനുവാദം കൊടുക്കുകയും ആ ശഫാഅത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നരകത്തുനിന്ന് സ്വർഗത്തിലാക്കുകയും ചെയ്യും. ഇതെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ റസൂലിന്റെ ശഫാഅത്ത് പരലോകത്ത് ലഭിക്കണമെങ്കിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കണം. ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് ശഫാഅത്ത് ലഭിക്കുകയില്ല എന്ന് ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്, ശിർക്കൊഴിച്ച് ബാക്കി പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്തിനൊന്ന് വിശദീകരിക്കാമോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു അവനോട് പങ്കു ചേർക്കപ്പെടുന്നതിനെ, ശിർക്ക് വെക്കപ്പെടുന്നതിനെ ക്ഷമിക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയാൽ അയാൾക്ക് രക്ഷയില്ല എന്നർത്ഥം. അതേസമയത്ത് ജീവിതകാലത്ത് ശിർക്കിന്ന് ഖേദിച്ചു മടങ്ങി പിന്നെ തൗഹീദിൽ ജീവിച്ച് തൗഹീദിലായിക്കൊണ്ട് മരിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ രക്ഷപ്പെടുത്തും. എന്നാൽ മറ്റു പാപങ്ങൾ അങ്ങനെയല്ല. മറ്റു പാപങ്ങൾ ഒരാൾ തൗബ ചെയ്യാൻ വിട്ടുപോയാലും ഒരു പക്ഷേ പുറത്തു കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പൊ മരിക്കുന്ന മരണത്തുമായി ബന്ധപ്പെട്ട് അത് പറയേണ്ടത്. മരിക്കുമ്പോൾ ഒരാൾ ശിർക്കോടുകൂടി മരിച്ചാൽ അയാൾക്ക് പുറത്തു കിട്ടൂല. അതേസമയം ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ അയാൾ തൗബ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഗ്യാരണ്ടി ഒന്നുമില്ല, അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ഇതാണ് ആ ആയത്തിന്റെ വിശദീകരണം. പിന്നെ നരകത്തിന്റെ മൂടി അടക്കും മുമ്പ് പടച്ചവൻ കൈയിട്ട് വാരി പാപികളെ മോചിപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ കേട്ടിട്ടില്ല, അപ്പൊ കേൾക്കാണ്. അതൊന്ന് വിശദീകരിക്കാമോ? കൈയിട്ട് വാരുന്ന ഹദീസ്. നമസ്കാരത്തിൽ ഭക്തി കൂടാൻ ജാഹിലീങ്ങൾ എന്ത് ചെയ്യണം? ജാഹിലീങ്ങളായാലും ആലിമീങ്ങളായാലും ഒക്കെ ഇന്ന് ഫത്തുദ്ദീൻ ഉസ്താദ് പറഞ്ഞില്ലേ, ഇത് എന്റെ അവസാനത്തെ നിസ്കാരാണെന്ന് വിചാരിക്കണം. അത് റസൂലിന്റെ ഹദീസ് ഉള്ളതാ.
ഇത് അവസാനത്തെ നിസ്കാരാന്ന് ഓരോരുത്തരും വിചാരിക്കുക. ഈ ദുനിയാവിനോട് നമ്മൾ യാത്ര പറഞ്ഞു പോവാണ്. നൂറ് നിസ്കരിക്കുമ്പോ വിചാരിക്കുക നിസ്കരിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ എത്ര ഭക്തി ഉണ്ടാവും? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഭക്തി ഉണ്ടാകാനുള്ള മാർഗം. സൗദി അറേബ്യയിൽ മക്ബറുകൾ തീരെയില്ല. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാഖിൽ ഇഷ്ടംപോലെ മക്ബറുകൾ വരാൻ കാരണം എന്താണ്? ഈ മക്ബറ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിനെ അർത്ഥമുള്ളൂ. ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ജാറങ്ങളാവും, കെട്ടുയർത്തപ്പെട്ട ജാറങ്ങൾ. ഇറാഖില് അവിടുത്തെ ഭരണാധികാരികൾ അത് അനുവാദം കൊടുക്കുന്നു. സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ജാറങ്ങൾ ആൽ സൂദ് ഗവൺമെന്റ് വന്ന ശേഷം തകർത്തതാണ്. കാരണം നബി പറഞ്ഞിട്ടുണ്ട് പൊങ്ങി നിൽക്കുന്ന കവറുകൾ തട്ടി നിരപ്പാക്കണം. അതിനടിസ്ഥാനത്തിൽ ആൽ സൂദ് ഗവൺമെന്റ് ആ തൗഹീദിന്റെ ആശയം സ്വീകരിച്ചതുകൊണ്ട് അവർ തട്ടി നിരപ്പാക്കിയതാണ്. ഇറാഖിൽ അങ്ങനത്തെ ഭരണാധികാരികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത്. വിശ്വാസപരമായ കാര്യങ്ങളെക്കാൾ കർമ്മപരമായ കാര്യങ്ങൾക്കാണല്ലോ പ്രസംഗങ്ങളിൽ കൂടുതൽ മുൻതൂക്കം. കാരണം എന്താണ്? ഈ കർമ്മപരമായ കാര്യങ്ങള് അതിൽ ആളുകൾ ഒരുപാട് വീഴ്ചകൾ വരുത്തുന്നത് കൊണ്ടാണ്. പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള തെറ്റുകൾ പലർക്കും അറിയാത്തത് കൊണ്ടാണ് പ്രസംഗങ്ങളിൽ അത് കൂടുതൽ വിശദീകരിക്കപ്പെടാത്തത്. മുജാഹിദ് പ്രസംഗങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കാറുണ്ട്. പിന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിനെ പരിഗണിക്കാതെ കർമ്മപരമായ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിനെ മാത്രം ശ്രദ്ധിക്കുന്ന ശൈലി മുജാഹിദുകൾക്കില്ല. വേറെ പല സംഘടനകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻഡെക്സ് ബേസ്ഡ് ഖുർആൻ സ്റ്റഡി മലയാളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? അതായത് വിഷയം തിരിച്ചുകൊണ്ടുള്ള ഖുർആൻ പഠന രീതിയിലാണ്. ഖുർആൻ ഇൻഡെക്സ് വാങ്ങാൻ കിട്ടും. ഖുർആനിൽ ഏതൊക്കെ വിഷയങ്ങൾ ഏതായത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അത് പരിഭാഷകൾ ഉപയോഗിച്ച് സ്വന്തമായി പഠിക്കുകയാണ് അതിന്റെ രീതി. അത് കോളേജുകളിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് നിശ്ചിത സിലബസ് പഠിക്കാൻ സാധിക്കും. അല്ലാതെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക പഠന രീതിയോ പ്രത്യേക സ്ഥാപനങ്ങളോ കേരളത്തിൽ നടക്കുന്നതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. പരിശുദ്ധ ഖുർആൻ ടെക്സ്റ്റ് ഇല്ലാതെ വെറും പരിഭാഷ ഇറക്കാൻ പാടുണ്ടോ? പരിഭാഷ ഇറക്കാം. പക്ഷേ അത് ഖുർആനിന്റെ സ്ഥാനമില്ല. ഇപ്പൊ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിന് പകരം അതിന്റെ പരിഭാഷ ഓതിയാ പോരാ. മൂലകൃതി നിലനിർത്തിക്കൊണ്ടേ പരിഭാഷ എടുക്കാം. മൂലകൃതി പറ്റ ഇല്ലാതാക്കിയിട്ട് ഇപ്പൊ ബൈബിളിനൊക്കെ സംഭവിച്ചാൽ അതിന്റെ മൂലകൃതി ഇല്ല, പരിഭാഷ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ബൈബിൾ, തമിഴ് ബൈബിൾ, മലയാള ബൈബിൾ അങ്ങനെ ഖുർആൻ ചെയ്യാൻ പാടില്ല. മൂലകൃതി നിലനിർത്തിക്കൊണ്ട് പരിഭാഷ ഇടണം. അതാ പരിഭാഷ ഒന്നിൽ പരിഭാഷ മാത്രം മൂലകൃതി ഒഴിവാക്കിയത് തെറ്റല്ല. പക്ഷെ മൂലകൃതിയോടുകൂടി പരിഭാഷ പറയലാണ് അതിന്റെ ശരിയായ രീതി. മാത്രമല്ല പരിഭാഷക്കൊരിക്കലും മൂലകൃതിയുടെ സ്ഥാനമില്ല. ഒരാൾ ഖുർആൻ നിസ്കാരത്തിൽ ഖുർആൻ ഓതിന് പകരം തർജ്ജമ ഓതിയിട്ട് കാര്യമല്ല, കൂലി കിട്ടൂല. അതുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തർജ്ജമ, അല്ലാതെ ഖുർആനിന്റെ സ്ഥാനം അതിനില്ല. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും തജ്വീദും തർജ്ജമയും പഠിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? തജ്വീദും ഹിഫ്ളും പഠിപ്പിക്കുന്ന കുറെ സ്ഥാപനങ്ങൾ, ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവർക്ക് തർജ്ജമ പഠിപ്പിക്കണമെങ്കിൽ പിന്നെ അവർ അറബി കോളേജുകളിലൂടെ പഠിച്ച് ഉയർന്നു വരേണ്ടതുണ്ട്. രണ്ടും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കാമോ? പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൽ മാതൃകയില്ല. മുജാഹിദുകൾ പലരും വികൃതമായി താടി നീട്ടുന്നതായി കാണുന്നു. ഇസ്ലാമിൽ സൗന്ദര്യം അനുവദിക്കുന്നില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ താടി നീട്ടിയിട്ടുണ്ടോ? താടി വെട്ടി വൃത്തിയാക്കി വെച്ചതിന് പുണ്യം കുറയുമോ? മീശ വെട്ടുന്നതാണോ വടിക്കുന്നതാണോ സുന്നത്ത്? ഈ വികൃതം സുഹൃതം എന്നൊക്കെ ഓരോരുത്തരുണ്ടാക്കുന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മുളച്ച താടി വളർത്താനാണ്. മനസ്സിലായില്ലേ? ചില ആളുകളുടെ ചുരുണ്ടു നിൽക്കും, ചില ആളുകളുടെ പറന്നു നിൽക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. വടിച്ചു വെളുപ്പിക്കൽ നായരും നമ്പൂരിന്റെയും തീയന്റെയും സൗന്ദര്യ, മുസ്ലിമിന്റെ സൗന്ദര്യമല്ല. മനസ്സിലായില്ലേ? സൗന്ദര്യത്തിന് ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കും. അതാണ് സൗന്ദര്യം. താടി വളർത്തലാണ് സൗന്ദര്യം. മറ്റത് അച്ചായന്റെ സൗന്ദര്യമാണ്, അല്ലെങ്കിൽ നായര സൗന്ദര്യമാണ്. പിന്നെ നബി താടി നീട്ടിയിട്ടുണ്ടോ? നബി താടി നീട്ടിയിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടേ ഇല്ല, ഒരിക്കൽ പോലും പഠിച്ചിട്ടില്ല. പക്ഷെ ചില ആളുകൾ താടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വളരാതെ ഇങ്ങനെ മുരടിച്ചു വെക്കും. മനസ്സിലായില്ലേ? ചില ഒരു പ്രതിഷ്ഠിത പകുതി. ഇപ്പൊ നബിയുടെ താടിന്ന് വെള്ളം വറ്റിയ നെഞ്ചത്താണ് വീണിരുന്ന ഹദീസിലുണ്ട്. അപ്പൊ അത്രയും നബിന്റെ താടി നീണ്ടിട്ടുള്ളൂ. പക്ഷെ നബി താടി വെട്ടിയിട്ടില്ല. അത് ഒരു പിടി കഴിഞ്ഞാൽ സഹാബികൾ പലരും വെട്ടിയതായിട്ട് ഹദീസിലുണ്ട്. ഒരു പിടി ഇങ്ങനെ പിടിച്ചിട്ട് അതിന് ശേഷമുള്ളത് വെട്ടിയെടുക്കാവുന്നതാണ്. മീശ വെട്ടുന്നതാണോ വടിക്കുന്നതാണോ സുന്നത്ത്? മീശ വടിക്കുന്നതല്ല സുന്നത്ത്, വെട്ടുന്നതാണ്. താഴ്ത്തി വെട്ടിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വടിച്ചതായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ല. മറ്റൊരു ചോദ്യം കുറച്ചു മുമ്പ് പരാമർശിച്ച സംശയമാണിത്. അതായത് ജാറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീസാങ്കല്ലിനെയാണോ? അല്ല എങ്കിൽ ഏതാണ് ജാറം? മീസാങ്കല്ലല്ല ജാറം, കെട്ടി ഉയർത്തപ്പെട്ട ഖബർ. ഒരു ചാണല്ല, ഒരു ചാണിൽ, നിലത്തുന്ന ഒരു ചാണിൽ കൂടുതൽ ഒരു ഖബർ ഉയർത്താൻ പാടില്ല എന്ന ഇസ്ലാം നിയമം. അതിലധികം ഉയർത്തിയാൽ അതിനാണ് ജാറം എന്ന് പറയുക. അതിൽ മീസാങ്കല്ലും ജാറം ഒന്നായി തന്നെ പൊന്തിക്കുക, കല്ല് മാത്രമല്ല. അതാണ് ജാറം എന്ന് പറയുന്നത്. ജാറമില്ലാത്ത പള്ളികളിലെ ബാങ്ക് വിളിയും കേട്ട് മുജാഹിദുകൾ വളരെ ദൂരെ ഈ പള്ളിയിലേക്ക് വരുന്നത് കാണുന്നു. ഇത് ശരിയാണോ?
അത് മറ്റേ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ള നിലക്കല്ല. സുന്നത്തായ അർത്ഥത്തിൽ ബിദ്അത്തുകളില്ലാത്തൊരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ തന്നെയാ പോകേണ്ടത്. പക്ഷെ അതില്ലാത്ത സ്ഥലങ്ങളിൽ മറ്റിൽ പോകുന്നത് തെറ്റില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ കൂട്ടപ്രാർത്ഥന ഇല്ലാത്ത പള്ളിയാണ്, മൗലൂദ് റാത്തീബ് നടക്കാത്ത പള്ളിയാണ്, പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കാൻ സൗകര്യമുള്ള പള്ളിയാണ്, മലയാളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബ നടക്കുന്ന പള്ളിയാണ്. അപ്പൊ ആ തരത്തിൽ തൗഹീദും സുന്നത്തുമുള്ളൊരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ തന്നെ പോകേണ്ടത്. കഴിയുമെങ്കിൽ കഴിയാത്ത സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ മറ്റേത് പള്ളിയിലും പങ്കെടുക്കാന്ന് മാത്രം. മറ്റൊരു പള്ളിയിലും ജാറമില്ലാത്ത പള്ളിയിൽ പങ്കെടുക്കൽ അനുവദനീയമാണെന്നേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ സദസ്യർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അനുവദിക്കുന്നതാണ്. ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഒരു കുറിപ്പ് കിട്ടിയത്, നിങ്ങൾ ഇതിനു മുമ്പ് ബഹ്റൈനിലെ പള്ളിയിൽ AP ഉസ്താദ് കുത്തുബ പെണ്ണുങ്ങളുള്ള സദസ്സിൽ നിർവഹിക്കുന്നതായി പറഞ്ഞ്, എന്നാൽ സ്ക്രീനിൽ കാണിച്ച പള്ളിയിൽ AP കുത്തുബ നിർവഹിക്കുന്നതായി കാണുന്നില്ല, അതൊന്ന് കാണിച്ചു തരണം. നമ്മളിത് കാണിക്കേണ്ടി വന്നത് ബഹ്റൈനിലെ പള്ളി, ആ പള്ളി കാണിക്കേണ്ടി വന്നത് ബഹ്റൈനിലെ പള്ളിയിൽ സ്ത്രീകൾ വരുന്നില്ല എന്ന് ഇവർ പറഞ്ഞപ്പോഴാണ്. ബഹ്റൈനിലെ അറാദ് എന്ന പള്ളിയിൽ കാന്തപുരം ഖുത്ബ നിർവഹിച്ചു. പക്ഷേ ആ ഖുത്ബ, ആ അറാദ് എന്ന് പറയുന്ന പള്ളിയിൽ സ്ത്രീകൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായി പുറത്തു കൊണ്ടുവരേണ്ടി വന്നത്. ഞങ്ങൾ തെളിയിച്ചത് അവിടെ സ്ത്രീകൾ പള്ളിയിൽ വരുന്നുണ്ട് എന്നാണ്. അറാദ് അഥവാ ഇവിടെ കാണിച്ച ബഹ്റൈനിലെ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചു എന്ന കാര്യത്തിൽ കാന്തപുരം ഉസ്താദിനും തർക്കമില്ല. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനെ അറിയുന്നവർക്കും തർക്കമില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മർക്കസു സഖാഫത്ത് സുന്നയിലെ റിസർച്ച് സെന്ററിന്റെ തലവനായിരുന്ന അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി അറിയല്ലോ. അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി മർക്കസിലെ റിസർച്ച് സെന്ററിൽ മുജാഹിദുകൾക്കെതിരെ മറുപടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച ആളാ. ആ അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി പറയാണ്, പതിവായി ജുമാക്കും ജമാഅത്തിനും സ്ത്രീകൾ പങ്കെടുക്കാറുള്ള ബഹ്റൈനിലെ അറാദ് പള്ളിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജുമാ ഖുത്ബ നിർവഹിക്കുകയുണ്ടായി. ജൂൺ 3-നായിരുന്നു സംഭവം. ജുമാക്ക് മുമ്പായി മുക്കറിം ആശറ വിളിക്കുകയോ വാൾന്നിട്ട് കൊടുക്കുകയോ ചെയ്തില്ല. നിസ്കാരാനന്തരം കൂട്ടുപ്രാർത്ഥനയും നടന്നില്ല. ഇത് പറഞ്ഞത് മുജാഹിദല്ല, നേരെ മറിച്ച് മർക്കസിന്റെ ശമ്പളം പറ്റി റിസർച്ച് സെന്റർ തലവനായി മുജാഹിദുകൾക്കെതിരെ തെളിവ് ശേഖരിക്കാനിരുന്ന അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി അടക്കം പറഞ്ഞു. ഹസൻ സഖാഫി മർക്കസിൽ ഫസ്റ്റ് ക്ലാസോടുകൂടി പാസ്സായ ഹസൻ സഖാഫി പറഞ്ഞു. അതുപോലെ തന്നെ കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു, ഞാൻ അറാദ് പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചു, ഞാൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. അറാദ് പള്ളിയിൽ ഞാൻ ഖുത്ബ നിർവഹിച്ചു, ഞാൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്ന് സിറാജിലൂടെ കാന്തപുരം മുസ്ലിയാരും പറഞ്ഞു. അപ്പൊ അറാദ് പള്ളിയിൽ, ഈ സ്ത്രീകൾ പങ്കെടുക്കുന്ന അറാദ് പള്ളിയിൽ കാന്തപുരം ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്നാമത് കാന്തപുരം പറഞ്ഞു, അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി പറഞ്ഞു, അതുപോലെ തന്നെ ഹസൻ സഖാഫി പറഞ്ഞു, ലോകത്തുള്ള എല്ലാവരും പറഞ്ഞു. പിന്നെ രണ്ടാമതായിക്കൊണ്ട് എന്താണെന്നറിയോ, പിന്നെ ഇവർക്ക് പറ്റാത്തൊക്കെ ഇവരെ നിഷേധിക്കല. അതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. നമ്മൾ എന്ത് കാണിച്ചാൽ ഇവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടാല് ഉടൻ നിഷേധിച്ചു കളയും. ഈ അടുത്ത സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ, ഈ പള്ളി ബഹ്റൈനിലെ പള്ളിയല്ല, ഇത് തിരുവനന്തപുരത്തെ പള്ളിയാണ്. കണ്ടോ? അപ്പൊ നമ്മൾ ബഹ്റൈനിലെ പള്ളി പെണ്ണുങ്ങൾ വരുന്നില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോ അത് തിരുവനന്തപുരത്തെ പള്ളിയാണ്, ബഹ്റൈനിലെ പള്ളിയല്ല. മുസ്ലിയാക്കന്മാര് പറയാ. അപ്പൊ നമ്മൾ പറഞ്ഞു, എങ്കിലൊരു പണി ചെയ്യാം, ഇതിൽ സംശയമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കു വരാം, കടന്നു വരാം, പാസ്പോർട്ടും കൊണ്ടുപോരൂ, എടുക്കാം, രണ്ടുപേർക്കും കൂടെ പോകാം. അങ്ങോട്ട് പോകുമ്പോഴുള്ള ചെലവ് ഞാൻ വഹിച്ചോളാം. അവിടെ ചെന്ന് നമുക്ക് പരിശോധിക്കാം, ഈ പള്ളി അത് അറാദിലുള്ള പള്ളിയാണോ, കാന്തപുരം ഖുത്ബ നടത്തിയ പള്ളിയാണോ, ആ പള്ളിയിൽ പെണ്ണുങ്ങൾ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അവിടെ സ്ത്രീകൾ വരുന്നുണ്ട് എങ്കിൽ ഫുൾ ചെലവ് നിങ്ങൾ വഹിച്ചാൽ മതി. പോയ ചെലവും വരുന്ന ചെലവൊക്കെ നിങ്ങൾ വഹിച്ചാൽ മതി. അത് കാന്തപുരം നടത്തിയ ഖുത്ബ നടത്തിയ പള്ളിയല്ല, ബഹ്റൈനിലെ പള്ളിയല്ല എങ്കിൽ നിങ്ങളുടെ ഫുൾ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞു. വ്യക്തമായൊരു മറുപടി ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ പശ്ചാത്തൊക്കെ അങ്ങ് നിഷേധിക്കുക. ഇതെല്ലാ രംഗത്തുണ്ട്. ഇപ്പൊ ഒസങ്കടി സംവാദത്തിന് മഖ്ദൂമി, നമുക്കറിയാം അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി. ആ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിയെ നമുക്കറിയാം കേരളത്തിലെ മുസ്ലിങ്ങൾ സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്, AP വിഭാഗം അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഉദ്ധരിച്ച ഖുത്ബ ഖുർആൻ പരിഭാഷയിൽ നിന്ന് മുജാഹിദ് പക്ഷം ഉദ്ധരിച്ചു. മുജാഹിദ് പക്ഷം ഒസങ്കടി സംവാദത്തിൽ വെച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ
അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി എഴുതിയ ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷ ഉദ്ധരിച്ചപ്പോൾ പേരുള്ള അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതെന്നറിയോ? പേരുള്ള അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്, ഈ മഖ്ദൂമി എന്ന് പറഞ്ഞാരാ? എസ്ഒഎസിന്റെ സെക്രട്ടറി ആണോ? എസ്ഒഎസിന്റെ പ്രസിഡന്റ് ആണോ? ആരാണ്? ഞങ്ങളുടെ ആരാണ് മഖ്ദൂമി എന്ന് പറഞ്ഞിട്ടാ മൂപ്പർ നിഷേധിക്കുന്നത്. മൂപ്പർക്ക് പറ്റാത്തൊക്കെ നിഷേധിക്കുക. തലക്ക് കൊടുക്കുന്ന അടി കിട്ടുമ്പോ നമ്മളല്ല എന്ന് പറയാ ഉണ്ടോ? എല്ലാ രംഗത്തുണ്ട്. നിങ്ങൾ അതിന്റെ ഒരു ഉദാഹരണം കാണുക. മഖ്ദൂമിയെ പേരോട് നിഷേധിക്കുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കാണുക. ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് മഖ്ദൂമി പിന്നെ ഏതോ ഒരു മഖ്ദൂമി എഴുതിയിട്ടുണ്ട്. മഖ്ദൂമി സുന്നി യുവജന സംഘത്തിന്റെ ആരാണ്? ഞങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുന്നി യുവജന സംഘത്തിന്റെ ആരാണ് മഖ്ദൂമി? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം എന്താണ്? നിങ്ങൾ പറയണമത്. നിങ്ങളാണത് ഉദ്ധരിച്ചത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ഞങ്ങളെ സംഘടനയിൽ ആരാണ് മഖ്ദൂമി? ഞങ്ങളെ സംഘടനയിൽ ആരാണെന്ന് നിങ്ങൾ പറയണം. ഇനി മഖ്ദൂമി അങ്ങനെ ഒരു പരിഭാഷ എഴുതിയാൽ അത് ഞങ്ങൾക്ക് എന്ത് ബാധകം? ഇത് നിങ്ങൾ കേന്ദ്രമിന്റെ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. സഹോദരങ്ങളെ, കണ്ടോ മഖ്ദൂമി ആരാണ്? എസ്ഒഎസിന്റെ ആരാണ്? മൂപ്പർ നിഷേധിക്കുക. അപ്പൊ ഇവര് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത്? റിസാലയിൽ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയെ പറ്റിയിട്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയാണ്, സുന്നത്ത് ജമാഅത്തുമായി 100% കൂറുപെടുത്തുന്ന പരിഭാഷയാണ് മഖ്ദൂമിയുടെ പരിഭാഷ എന്ന് ഇവര് റിസാലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം പേരോട് പറഞ്ഞപ്പോ തന്നെ മുജാഹിദ് പക്ഷം ആ തെളിവ് റിസാലയിൽ ആ ഭാഗം എടുത്തപ്പോ അലവി അപ്പുറത്ത് ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കുക. ഇവിടെ മുജാഹിദിൽ എന്താ തെളിവെടുക്കണെന്ന്. അപ്പം അലവി കണ്ടു റിസാലയാണ് എടുത്തത്. അപ്പൊ അലവി പേരോടിന് എഴുതി കൊടുത്തു. എന്ത്? അപ്പൊ തന്നെ എഴുതി കൊടുത്തു, റിസാലയിലെ പരസ്യം. മുജാഹിദ് ഇപ്പൊ അത് പറയുന്ന അർത്ഥത്തിൽ എഴുതി കൊടുത്തത്. മുജാഹിദിൽ റിസാല എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മളൊന്ന് സൂചിപ്പിക്കണ അർത്ഥത്തിൽ റിസാലയുടെ പരസ്യം, റിസാലയിലെ പരസ്യം എന്നൊരു കുറിപ്പ് എടുത്തു. അപ്പൊ പേരോടിന് മനസ്സിലായില്ല ഇതെന്താ റിസാലയിലെ പരസ്യം. മൂപ്പര് വിചാരിച്ച് റിസാലയുടെ പരസ്യം പറയാനാണ്. ഉടൻ തന്നെ മൂപ്പര് പറയുന്ന ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേട്ടു. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മളെ മാസികയുണ്ട്, ആ റിസാലയിൽ അത് വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ. അപ്പോ കണ്ടോ റിസാലയിലെ പരസ്യം അറിയാതെ വായിച്ചോള് എന്ന് പറയാം. നമുക്ക് റിസാലിൽ നിന്ന് വാരികയുണ്ട്, വാരിക. അപ്പൊ ആ വാരിക എന്ന് പറഞ്ഞിട്ട് ആ വാരികയുണ്ട്, അത് നോക്കിയാൽ മതി, അത് വായിച്ചാൽ മതി, കാര്യം പിടി കിട്ടും. അപ്പൊ എന്തായി? വാരികയിലുള്ളത് 100% സുന്നത്ത് ജമാഅത്തുമായിട്ട് ബന്ധം പുലർത്തുന്ന പരിഭാഷ മഖ്ദൂമിയുടെ പരിഭാഷ. ഇതാണ് വാദപ്രതിവാദത്തിന്റെ കോലം അല്ലേ? ഇപ്പൊ അറിയാം, പല ആൾക്കാർ ഇവിടെ വന്നിട്ട് മുജാഹിദിന് വാദപ്രതിവാദത്തിന് വെച്ചിട്ട് അവിടെ വന്നില്ല, പരാജയപ്പെട്ടു. ഞാനിപ്പോ ഈ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് കടപ്പുറത്തിരിക്കുമ്പോ ഒരു ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മൂപ്പര് ചോദിക്കാണ്, നിങ്ങൾ പരാജയപ്പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടല്ലോ. എവിടെ? ആ സംവാദത്തിൽ പരാജയപ്പെട്ടു, ഈ സംവാദത്തിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാൻ ചോദിച്ചു, CD കണ്ടോ? CD കണ്ടില്ല, പത്രത്തിൽ വായിച്ചാണ്. ഏതാ പത്രം? സിറാജാ പത്രം സിറാജാണ്. മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിലാണ് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വാദപ്രതിവാദം നടത്തിയിട്ട് വലിയ കൊലകൊമ്പന്മാര് മുജാഹിദിന്റെ മുന്നിൽ വന്ന കോലാണ് ഈ കണ്ടത്. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ നിലക്ക് തങ്ങൾക്ക് പറ്റാത്തേക്ക് അവര് നിഷേധിക്കുന്ന അവസ്ഥയാണ്. അതുപോലെയാണ് ഈ ബഹ്റൈന്റെ കാര്യവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വന്നത്, പലയിടങ്ങളിൽ നടന്നു വരുന്ന ദിക്റൽക്ക, സലാത്ത് അൽക്ക എന്നിങ്ങനെയുള്ള പരിപാടികൾ ഇസ്ലാമികമാണോ? അതിനു മുമ്പ് മറ്റൊരു ചോദ്യം, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച് ഷാഫി ഇമാമിന്റെ വീക്ഷണമെന്ത്? മുജാഹിദുകൾ ഖബർ സിയാറത്ത് വിരോധികളാണെന്ന് പറയുന്നത് ശരിയാണോ? ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത് ഒരു ചാൽ മാത്രമേ ഖബർ ഉയർത്താൻ പാടുള്ളൂ എന്നാണ്. ഇന്നി ഉഹിബ്ബു അയ്യുസ്ഹസ ഖബർ ഉയർത്തപ്പെടുന്നതിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് ശിബ്റം മിനൽ അർള്, ഭൂമിയിൽ നിന്നൊരു ചാൽ മാത്രമാണ്. വല്ലാ യുബ്ര അലൈഹി വലാ യുസ്സസ്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല, അതുമേൽ കുമ്മായിമിടാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഖബറുകളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞത്. അപ്പൊ ചില ആൾക്കാർ പറയുന്നതെന്നറിയാം, അത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതാണ്, മഹാത്മാക്കളുടെ ഖബറിനെ കുറിച്ചല്ല വഹാബി എന്നാ മറുപടി. എന്നാൽ തുടർന്നുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാ തന്നെ പറഞ്ഞത്, ഇന്നി റഅയ്തു ഖുബൂറൽ മുഹാജിരീന വൽ അൻസാർ ഗൈറു മുജസ്സസ, മുഹാജിറുകളുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്, അൻസാറുകളുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്നും കെട്ടിയുയർത്തിയ നിലയിലല്ല. അതുകൊണ്ട് ആരുടെ ഖബറായാലും
ഒരു ചാൻ മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്. ഇബ്നു ഹജർ ഹൈത്തമി ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്, തുഹഫയുടെ രചയിതാവാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ്. ആ ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞു വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മി ഖുബാബില്ലത്തി അലൽ ഖുബൂർ ഇദ് ഹിയ അദറു മിൻ മസ്ജിദിൽ ളിറാർ. ഒരു ചാടിന് മുകളിൽ കബർ കണ്ടാൽ, കെട്ടിപ്പൊക്കിയ കബർ കണ്ടാൽ ആ കബറിനെ തട്ടിനിരപ്പാക്കാൻ ഉളരിപ്പോകൽ ഷാഫി മദ്ഹബുകാരാ നിനക്ക് നിർബന്ധമാണ്. വഹദ്മി ഖുബാബില്ലത്തി അലൽ ഖുബൂർ, കബറിന്റെ മുകളിൽ ഖുബ്ബയുണ്ടെങ്കിൽ ആ ഖുബ്ബയും തട്ടിനിരപ്പാക്കണം. കാരണം ഇദ് ഹിയ അദറു മിൻ മസ്ജിദിൽ ളിറാർ, പ്രവാചകനെ പരിഹസിക്കാൻ അതേ കപടവിശ്വാസികൾ മദീനയിൽ ഉണ്ടാക്കിയ മസ്ജിദുൽ ളിറാറിനേക്കാൾ കടകെട്ട സ്ഥാപനങ്ങളാണ് കെട്ടിപ്പൊക്കിയ കബറുകളെന്ന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈത്തമി അദ്ദേഹത്തിന്റെ സവാജിറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കബർ കെട്ടിപ്പൊക്കണം എന്നല്ല, കെട്ടിപ്പൊക്കിയ കബർ കണ്ട തട്ടിനിരപ്പാക്കണം എന്നാണ് ഷാഫി മദ്ഹബിൽ പറയുന്നത്. പിന്നെ മുജാഹിദുൽ ഖബർ സിയാർത്ത് വിരോധികളാണെന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. മുജാഹിദുൽ ഖബർ സിയാർത്ത് ചെയ്യണമെന്ന് പറയുന്നവരാൾ, മുജാഹിദുൽ ഖബർ സിയാർത്ത് ചെയ്യുന്നവരാൾ. ഖബർ സിയാർത്തിന്റെ പേരിൽ നടക്കും തട്ടിപ്പ് ഒരിക്കലും മുജാഹിദ് അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാർത്ത് ചെയ്യണം. എന്തിനാണ് ഖബർ സിയാറത്ത്? മരണത്തെക്കുറിച്ച് ഓർക്കാനും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ ഹൃദയം ലോലമാകാനും നിങ്ങളുടെ കണ്ണ് നനക്കാനും നിങ്ങൾ ഖബർ സിയാർത്ത് ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പ്രവാചകൻ സ്വന്തം ഉമ്മയുടേതടക്കമുള്ള ഖബർ സിയാർത്ത് ചെയ്യുകയും ചെയ്തു. സ്വന്തം മാതാവിന്റെ ഖബർ സിയാർത്ത് ചെയ്ത പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്.